38 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിൽ ദാവീദ്, എന്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. അതേ, ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനമേ, വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് നടുവിൽ ഭാരത്തോടും വേദനയോടും കൂടി ആയിരിക്കുമ്പോൾ അതെ, എങ്ങനെ എൻ്റെ വിഷയത്തിൽ പരിഹാരം കണ്ടെത്താം, അതെ, എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുമെന്നൊക്കെയുള്ളതായ ഭയങ്കരമായ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രതിസന്ധികൾ അനുഭവിച്ച് കടന്നു പോകുമ്പോൾ ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് പറയുക, എൻ്റെ നെഞ്ചിടിക്കുന്നു, വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെ. അത്രത്തോളം ഭീതികരമായ അവസ്ഥകളിൽ പ്രതിസന്ധികൾ നിറഞ്ഞതായ അനുഭവത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ ആ 38 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യത്തിൽ താൻ പറയുക, യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു, കർത്താവെ, നീ എനിക്ക് ഉത്തരം അരുളുമെന്ന്. അതെ, ഈ അനുഭവത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരോട് ഈ വചനത്തിലൂടെ കർത്താവ് പറയുകയാണ്, ദാവീദിനോട് ചേർന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, യഹോവേ, ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രത്യാശയില്ലാത്ത വിഷയങ്ങൾ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അനുഭവങ്ങൾ, നെഞ്ചിടിച്ച് വശം കെട്ട് തളർന്ന് അത് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത നിലയിൽ കടന്നു പോകുമ്പോൾ അതെ, ഒരു കാര്യം മാത്രം, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും, ദൈവം നിങ്ങൾക്ക് ഉത്തരം അരുളും. അങ്ങനെയെങ്കിൽ സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് സർവശക്തനായ ദൈവം സക്കരിയാവിന്റെ പേര് ചൊല്ലി വിളിച്ചുവെങ്കിൽ അതെ, ഈ പ്രഭാതത്തിൽ ചിലരോടൊക്കെ കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇന്നത്തെ ദിവസം മറുപടികളെ നൽകി. അതെ, ആമേൻ, മുൻപിലെ കടബാധ്യതകൾ, മുൻപിൽ ആമേൻ വെളിപ്പെട്ട് നിൽക്കുന്നതായ രോഗങ്ങൾ, അതിന്റെ തീവ്രമായ കഠിനമായ അവസ്ഥകൾ, അതിനൊക്കെ സൗഖ്യങ്ങളെ നൽകി. ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വാസത്തോടെ ഈ ആലോചനകളെ ഏറ്റെടുക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.